കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിസ്മയം തീർത്ത വികസനത്തിന്റെ വെള്ളി വെളിച്ചമെതിരെ വികസനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു ഭരണാധികാരി. എല്ലാ ജില്ലകളിലും തന്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനായി സർക്കാർ കോളേജുകൾ, പിറന്നു വീണ മക്കൾക്ക് കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി, എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തി പാവങ്ങളുടെ കണ്ണീരൊപ്പിയ പാവങ്ങളുടെ പടത്തലവനായ മുഖ്യമന്ത്രി, ലോകത്തെ ഏറ്റവും മികച്ച ഭരണാധികാരിക്കുള്ള അവാർഡ് അങ്ങ് ബഹ്റൈന്റെ മണലാരണ്യത്തിൽ നിന്നും നേടി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആ ഭരണാധികാരി, നീണ്ട 50 വർഷക്കാലം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ തന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടി പുതുപ്പള്ളിയുടെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തെ കൊട്ടാരങ്ങളിൽ ഒരു മാണിക്യക്കല്ലായി വിളങ്ങി നിന്ന ശ്രീ ഉമ്മൻചാണ്ടി. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഇത്തവണ കോൺഗ്രസ് തൂത്തുവാരിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ആഗമനം നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസിനെ തുണച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പുതുപ്പള്ളി ഇത്തവണ ഉമ്മൻചാണ്ടിക്ക് നൽകിയ സ്നേഹ സമ്മാനം എന്താണ്? പുതുപ്പള്ളിയുടെ മണ്ണും മനസ്സും ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്മരണകളിൽ ഇരമ്പുകയാണ്. പരിശോധിക്കാം പുതുപ്പള്ളി കാത്തു നൽകിയ വിധി എന്താണെന്ന്. ചേട്ടാ, നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. നിലവിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാണ് അവിടുത്തെ MLA. ഉമ്മൻചാണ്ടിയെ മറക്കാൻ ഒരിക്കലും പുതുപ്പള്ളിക്ക് കഴിയില്ല. അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് എന്നും ചാണ്ടി ഉമ്മൻ പോലും ചാണ്ടിക്ക് ചാണ്ടിയുടേതായ ഒരു പേരല്ല കിട്ടുന്നത്, ഉമ്മൻചാണ്ടിയുടെ മകൻ. അതെവിടെ പോയാലും അങ്ങനെയാണ്. കേരളത്തിൽ എവിടെ ആയാലും ചാണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ. പുതുപ്പള്ളിക്കാർക്ക് ചാണ്ടി ഉമ്മനോടുള്ളതും അതാണ്. പുതുപ്പള്ളിക്ക് ഇന്നും ഉമ്മൻചാണ്ടിയോട് വൈകാരികമായ ഒരു അടുപ്പമാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു പുതുപ്പള്ളി എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് പകരമാണ്. ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് പകരമാകാൻ ചാണ്ടിയെ കൊണ്ട് കഴിയില്ലെങ്കിൽ പോലും ആ സ്ഥാനത്താണ് ചാണ്ടിയുമ്മൻ ഉള്ളത്. ചാണ്ടിയുമ്മന്റെ ഇലക്ഷൻ പ്രചരണം നമ്മൾ കണ്ടതാണ്. ഓടിയാണ് വീട്ടുകൾക്ക് വോട്ട് ചോദിക്കുന്നത്. പലരും ചാണ്ടിയെ കളിയാക്കിയിട്ടുണ്ട്. എത്ര ഓടിയാലും ചാണ്ടിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് ചേട്ടൻ പറഞ്ഞതുപോലെ പുതുപ്പള്ളിക്കാർ ചാണ്ടിയുമ്മൻ നൽകിയ വിജയമല്ല, ഉമ്മൻചാണ്ടിക്ക് നൽകിയ സ്നേഹ സമ്മാനം തന്നെയായിരുന്നു. 8ൽ 7 ഗ്രാമപഞ്ചായത്തും കോൺഗ്രസിനൊപ്പം, 19 ബ്ലോക്ക് പഞ്ചായത്തിൽ 19 എണ്ണവും കോൺഗ്രസിന്, 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 5ഉം കോൺഗ്രസിന്. ഇതിലും വലിയ എന്ത് സമ്മാനമാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി നൽകേണ്ടത്? അല്ലെങ്കിൽ ഇതിലും വലിയ എന്ത് അംഗീകാരമാണ് ഉമ്മൻചാണ്ടിക്ക് ഇനി പുതുപ്പള്ളിക്കാർ നൽകേണ്ടത്? മരിച്ചാലും ഉമ്മൻചാണ്ടി ജീവിക്കുന്നു പുതുപ്പള്ളിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ജനത്തിന്റെ മനസ്സിലെന്ന് നമ്മളടക്കം എല്ലാവരും പറയുന്നതാണ്. അത് ഒരിക്കൽ കൂടി സത്യമാണെന്ന് പുതുപ്പള്ളിയുടെ ജനത തെളിയിച്ചു. തീർച്ചയായും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്, അവിടെ ഉമ്മൻചാണ്ടി തന്നെയാണ് പ്രചരണത്തിനെത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരുടെ ഒരു വികാരമാണ്. സാധാരണ കാലങ്ങളിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉമ്മൻചാണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉമ്മൻചാണ്ടി പ്രചരണത്തിനും, കാരണം എല്ലാ സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ കേന്ദ്രീകരിക്കുക 2-3 ദിവസം മാത്രമാണ്. കാരണം എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ വേണം. ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു ക്രൗഡ് പുള്ളറായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരിക്കുന്ന സാഹചര്യം, അന്ന് പുതുപ്പള്ളിയിൽ ചെറിയ ഒരു മാർജിൻ LDFന് കോൺഗ്രസിനേക്കാൾ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അന്ന് പുതുപ്പള്ളിയിൽ ഇടതുമുന്നണി വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയെന്ന്. എന്നാൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാത്തിരുന്നു. പുതുപ്പള്ളിയുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പുതുപ്പള്ളി ഒരു പൂർണ്ണമായും കോൺഗ്രസ് മണ്ഡലമല്ല. പുതുപ്പള്ളി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള, ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇത്തവണ പുതുപ്പള്ളിയിലെ ജനങ്ങൾ അവർ രാഷ്ട്രീയം നോക്കിയില്ല. ഉമ്മൻചാണ്ടി പ്രതിദാനം ചെയ്ത, ഉമ്മൻചാണ്ടി മത്സരിച്ച, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് പുതുപ്പള്ളി കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. അതുകൊണ്ട് തന്നെയാണ് 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളും കോൺഗ്രസ് അടക്കി ഭരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മുഴുവൻ ഡിവിഷനുകളിലും കോൺഗ്രസ് ജയിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലെ 5 ഡിവിഷനുകളിലും കോൺഗ്രസ് ജയിക്കുന്നു. കാരണം പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി എന്നാൽ പുതുപ്പള്ളിയാണ്. ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഴുവൻ ഓടി നടന്നാലും രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയാലും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ഉണ്ടാകുമായിരുന്നു. ആ പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടിയുമായുള്ള വൈകാരിക ബന്ധം അത്രത്തോളമാണ്. കാരണം പുതുപ്പള്ളിക്കാർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി അവിടെ ഓടിയെത്തുമായിരുന്നു. അതുപോലെ പുതുപ്പള്ളിയിൽ ഒരു ജനങ്ങൾക്ക് തങ്ങളുടെ പ്രയാസങ്ങൾ പറയാൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ അവർ ഉമ്മൻചാണ്ടിയുടെ അടുക്കലേക്ക് ഓടിയെത്തുമായിരുന്നു. ആ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും. അതിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയിൽ ഒന്നുമില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാർക്ക്. പക്ഷേ പുതുപ്പള്ളിക്കാർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPMനെ ചില സീറ്റുകളിൽ വിജയിപ്പിച്ചെന്നാണ്. ആ കയ്യബദ്ധം, അവർക്ക് പറ്റിയ തെറ്റ് അവർ തിരുത്തിയിരിക്കുന്നു.
അതുമാത്രമല്ല, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞാൽ പുതുപ്പള്ളിയിൽ കോൺഗ്രസ് ഉണ്ടാവില്ലെന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടന്ന ചില പാർട്ടി നേതാക്കന്മാരുണ്ട്. ആ ചാനൽ ചർച്ചകളിലെല്ലാം വന്നിരുന്ന കോട്ടയം CMS കോളേജിലെ SFIയുടെ ജെയ്ക്സി തോമസ് എന്ന് പറയുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ, ചാണ്ടി ഉമ്മനെതിരെ അപമാനിക്കാൻ നിരന്തരം ചാനൽ ചർച്ചകൾ വന്നിരിക്കുന്ന വ്യക്തിയുണ്ട്. ജെയ്ക്സി തോമസിനെ പോലെയുള്ള ആളുകളുടെ മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജെയ്ക്സി തോമസിനെ പോലെയുള്ള ആളുകളുടെ മുഖത്തേറ്റ അടിയാണ്. എന്തായാലും പുതുപ്പള്ളിയുടെ മണ്ണും മനസ്സും കോൺഗ്രസിനൊപ്പമാണ്, പുതുപ്പള്ളിയുടെ മണ്ണും മനസ്സും ഉമ്മൻചാണ്ടിക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പുതുപ്പള്ളി കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. പുതുപ്പള്ളി മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കോട്ടയം കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് പോയാൽ കോട്ടയത്ത് പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഇടങ്ങളിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന വാർഡ് ജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആണ്. ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ 2 വാടിക്കരിഞ്ഞിരിക്കുന്നു. പാലാ നഗരസഭയിൽ തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത കേരള കോൺഗ്രസ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം കേരള കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നഗരസഭകളിൽ കേരള കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന്, കേരള കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് കോൺഗ്രസ് തടയിട്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല. വാടിക്കരിഞ്ഞ 2 പുറത്തേക്ക് പോകും എന്ന് UDF-ൽ നിന്ന് കോൺഗ്രസ് പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും കോട്ടയത്തിന്റെ മണ്ണ് കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മലയോര മണ്ണ്, റബ്ബറിന്റെയും ടയറിന്റെയും മണ്ണിൽ കോൺഗ്രസ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല എന്ന ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. മീനച്ചലാറിന്റെ തീരത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക വാനിലുയർന്നു പറക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിലിരുന്ന് ഉമ്മൻചാണ്ടി സന്തോഷിക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചേട്ടാ, നമ്മളെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളും സാധാരണക്കാരായിട്ടുള്ളവരൊക്കെ കോൺഗ്രസിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ആയിരിക്കും. തീർച്ചയായിരിക്കും. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടുപോയപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും ഇത്തരത്തിൽ പല ആളുകളും ആരോപണം ഉന്നയിച്ചിരുന്നു. അവർക്കെല്ലാമുള്ള മറുപടിയാണ് 2025-ലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി, പിന്നെ അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂര്, വൈക്കം, കടുത്തുരുത്തി, പൂഞ്ഞാറ് ഉൾപ്പെടെയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ അപ്രമാദിത്വം നമ്മൾ കണ്ടു കഴിഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് എതിരാളികളില്ലാതെ കോൺഗ്രസ് പിടിച്ചടക്കിയിരിക്കുന്നു. നഗരസഭകളിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഒമ്മൻചാണ്ടിക്ക് ശേഷം കോട്ടയത്ത് കോൺഗ്രസ് ഉണ്ടാവില്ല, കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടാവില്ല, പുതുപ്പള്ളി ഞങ്ങൾ തിരിച്ചു പിടിക്കും, പുതുപ്പള്ളിയിൽ ഇനി കോൺഗ്രസ് ചിന്തിക്കണ്ട, കോട്ടയം മണ്ഡലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ നെഞ്ചിനേറ്റ അടിയാണ് CPM-ന്റെ കേരള കോൺഗ്രസ്. CPM-നേക്കാൾ ഉപരി കേരള കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണി കോൺഗ്രസ് അടിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല എന്ന് കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നു. ജോസ് കെ മാണിയോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് ശരിയാണെന്ന് കോട്ടയത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അവിടെ കോൺഗ്രസിന് ഐതിഹാസിക ജയം ജനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കുള്ള ആദരാഞ്ജലിയാണ്. ഉമ്മൻചാണ്ടിയാണ് കോട്ടയത്തെ ജനങ്ങൾ ജയിപ്പിച്ചത്. എന്തായാലും കോൺഗ്രസിന്റെ ഈ ജയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സന്തോഷിക്കുന്ന അതിന്റെ 100 ഇരട്ടി സന്തോഷം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ജയം ഉമ്മൻചാണ്ടിയുടെ ജയമാണ്. ഉമ്മൻചാണ്ടിയെ പരാജയപ്പെടുത്താൻ രാവ് പകലാക്കി ഓടി നടന്ന CPM-നും കേരള കോൺഗ്രസ് ബാണി വിഭാഗത്തിൽ നൽകിയ തിരിച്ചടിയാണ്, ജോസ് കെ മാണി എന്ന അഹങ്കാരിക്ക് നൽകിയ തിരിച്ചടിയാണ് പുതുപ്പള്ളിയിലെയും കോട്ടയത്തെയും ജനങ്ങൾ.